എല്ലാവർക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ്, അഥവാ നമ്മൾ ബിടെക് ലെവലിലൊക്കെ പറയുകയാണെങ്കിൽ തിയറി ഓഫ് മെഷീൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ഡിപ്ലോമ ലെവലിലുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിപ്ലോമ ലെവലിലാകുമ്പോൾ നമ്മൾ സാധാരണ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് ആണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് വരുന്നത്. നമുക്കൊരു PSC എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിലായാലും ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് ആയിരിക്കും മിക്കവാറും നമ്മുടെ സിലബസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഇനി അഥവാ നമ്മുടെ ബിടെക് ക്വാളിഫിക്കേഷനുള്ള ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിലേക്കുള്ള അത്രയും ലെവലുള്ള ഒരു പോസ്റ്റിലേക്കുള്ള എക്സാമിനേക്കാളും നമുക്ക് സാധാരണയായിട്ട് ആ ഒരു എക്സാമിൻ്റെ സിലബസിൽ സാധാരണയായിട്ട് തിയറി ഓഫ് മെഷീൻസ് അല്ലെങ്കിൽ മെഷീൻ എലമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ സിലബസിൽ അതിൻ്റെ ടോപ്പിക്കിൻ്റെ പേരായിട്ട് കൊടുക്കാറുള്ളത്. ഓക്കെ, സോ നമ്മൾ നോക്കാം. ഇവിടെ നമ്മുടെ ഒരു ഡിപ്ലോമ ലെവലിലുള്ള ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സിൻ്റെ സിലബസാണ് നമുക്കിവിടെ കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂൾ 4 മൊഡ്യൂളായി തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലെ കാര്യങ്ങളാണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കാം. ഇതിൻ്റെ ബാക്കി പോർഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡിപ്ലോമ ലെവലിൽ തന്നെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ഭാഗമാണ് ഇവിടെ കാണുന്ന പോലെ ഷാഫ്റ്റിനെ കുറിച്ചും അതുപോലെ കീ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഫാസ്റ്റനിങ് മെത്തേഡ്സിനൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ പവർ ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ് ഷാഫ്റ്റ് എല്ലാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ടായിരിക്കാം. ഇനി അതേപോലെ തേർഡ് മൊഡ്യൂൾ ഡിപ്ലോമ ലെവലിൽ തേർഡ് മൊഡ്യൂൾ പഠിക്കാനുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ ക്യാംസ് ആൻഡ് ഫോളോവേഴ്സ്. ഓക്കെ, അതുപോലെ ഫ്ലൈ വീലിനെ കുറിച്ച് പിന്നെ ഗവേർണേഴ്സിനെ കുറിച്ച് ഇത്രയാണ് നമുക്ക് തേർഡ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ടായിരിക്കാം. ഇനി നാലാമത്തെ മൊഡ്യൂൾ ഡിപ്ലോമ ലെവലിൽ പവർ ട്രാൻസ്മിഷനെ കുറിച്ച്, അതായത് നമ്മുടെ ബെൽറ്റ്, ചെയിന്, റോപ്പ് ഡ്രൈവ് അല്ലെങ്കിൽ ഗിയർ ഡ്രൈവിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് ആദ്യം പഠിക്കാനുണ്ടായിരിക്കാം. ഓക്കെ, ബെൽറ്റ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്സ്, റോപ്പ് ഡ്രൈവ്സ്, ഗിയർ ഡ്രൈവ്സ്. അപ്പോൾ നമുക്കിങ്ങനെ ഡിപ്ലോമ ലെവലിൽ 4 മൊഡ്യൂൾസ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് നാലാമത്തെ മൊഡ്യൂൾ പറയുമ്പോൾ പവർ ട്രാൻസ്മിഷനാണ്, അതായത് ബെൽറ്റ് ഡ്രൈവും റോപ്പ് ഡ്രൈവും ഗിയർ ഡ്രൈവും ചെയിൻ ഡ്രൈവുമാണ് വരുന്നത്. തേർഡ് മൊഡ്യൂൾ ആകുമ്പം ക്യാംസ് ആൻഡ് ഫോളോവേഴ്സും അതുപോലെ ഫ്ലൈ വീലിനെ കുറിച്ചും ഗവേർണേഴ്സിനെ കുറിച്ചുമാണ്. സെക്കൻഡ് മൊഡ്യൂൾ ആകുമ്പം ഷാഫ്റ്റിനെ കുറിച്ചും കീസിനെ കുറിച്ചുമാണ് പഠിക്കേണ്ടായിരിക്കുക. പിന്നെ ഫസ്റ്റ് മൊഡ്യൂൾ ആകുമ്പം സിമ്പിൾ മെക്കാനിസത്തിനെ കുറിച്ചും പെർമനൻറ്റ് ആൻഡ് ടെമ്പററി ഫാസ്റ്റനേഴ്സിനെ കുറിച്ചും അതുപോലെ വെൽഡഡ് ജോയിൻസിനെ കുറിച്ചും, അതായത് നമുക്കറിയാം പെർമനൻറ്റ് ഫാസ്റ്റനിങ് മെത്തേഡാണ് വെൽഡഡ് ജോയിൻറ്റും അതുപോലെ റിവറ്റഡ് ജോയിൻസൊക്കെ. അതുപോലെ നമുക്ക് ടെമ്പററി ഫാസ്റ്റനേഴ്സിനെ കുറിച്ചായിരിക്കും ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ടായിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ ഒരു ഡിപ്ലോമ ലെവലിലുള്ള സിലബസാണ് നമുക്കിവിടെ കാണുന്നുണ്ടായിരിക്കും. അതായത് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് പറയുന്ന ഡിപ്ലോമ ലെവലിലുള്ള സിലബസാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇനി നിങ്ങൾക്ക് അടുത്തതായി സ്ക്രീനിൽ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഡിപ്ലോമ ലെവലിൽ ഒരു PSC എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിലൊക്കെ ഉണ്ടാകുന്ന സിലബസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിവിടെ ആദ്യം കാണുന്നുണ്ടായിരിക്കാം. കണ്ടോ, ഇത് നമ്മുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് മെഷീൻ ഡിസൈൻ എന്നാണ് ആ ഒരു സിലബസിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരു സിലബസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഡിപ്ലോമ ലെവലിലുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നടത്തിയ എക്സാമിൻ്റെ സിലബസാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇതിൽ നമുക്ക് ഇത്രയും വരുന്നൊരു പോർഷൻ ഉണ്ടോ, ഡിസൈൻ ഓഫ് ജോയിൻറ്റ്സ്. ഡിസൈൻ ഓഫ് ജോയിൻറ്റ്സ് കണ്ടോ, ഇത്രയും വരുന്ന ഈ ഒരു പോർഷൻ നോക്കിയാൽ മനസ്സിലാവും. ഡിസൈൻ ഓഫ് ജോയിൻറ്റ്സ്, അതിൽ ത്രെഡഡ് ഫാസ്റ്റനേഴ്സ്, കീസ്, പിന്നെ കപ്ലിങ്സ്, ക്വാർട്ടേഴ്സ്, ട്രാൻസ്മിഷൻ സിസ്റ്റം, പിന്നെ ബെൽറ്റ്, റോപ്പ്, ഗിയർ, ചെയിൻ ഡ്രൈവ്സ്, അതുപോലെ ബെൽറ്റിൽ തന്നെ വരുന്ന ഓപ്പൺ ബെൽറ്റും ക്രോസ് ബെൽറ്റും, പിന്നെ അതിൻ്റെ ബാക്കിയാണ് ലെങ്ത് ഓഫ് ദ ബെൽറ്റ്, പിന്നെ വെൽഡഡ് ജോയിൻറ്റ്സ്, റിവറ്റഡ് ജോയിൻറ്റ്സ് ആൻഡ് ഇറ്റ്സ് സ്ട്രെങ്ത് ആൻഡ് വേരിയസ് എഫിഷ്യൻസീസ്. നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഡിപ്ലോമ ലെവലിൽ നമ്മൾ നേരത്തെ കണ്ട 4 മൊഡ്യൂളിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് ഈ ഒരു ഡിപ്ലോമ ലെവൽ PSC എക്സാം ആയിട്ടുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള എക്സാമിൻ്റെ സിലബസിൽ കൊടുത്തിരിക്കുന്ന എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് മെഷീൻ ഡിസൈൻ എന്ന് പറയുന്ന 10 മാർക്കിൻ്റെ ടോപ്പിക്കിൽ വരുന്ന ഒരു പോർഷനാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ ഓഫ് ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഡിപ്ലോമ ലെവലിൽ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ക്വാളിഫിക്കേഷനുള്ള ആൾക്ക് എഴുതാൻ പറ്റിയ മറ്റൊരു എക്സാമാണ് അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള എക്സാം. അപ്പോൾ കഴിഞ്ഞ തവണ 2022 നടത്തിയ എക്സാമിൻ്റെ സിലബസാണ് നമുക്കിവിടെ കാണുന്നുണ്ടായിരിക്കാം. അത് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ടോപ്പിക്കിൻ്റെ പേരായിട്ട് സബ്ജക്റ്റിൻ്റെ പേരായിട്ട് കൊടുത്തിരിക്കുന്നത് മെഷീൻ എലമെൻറ്റ്സ്, മെറ്റീരിയൽസ് ആൻഡ് ബോയിലേഴ്സ് ആണ്. ഓക്കെ, നമ്മുടെ AMVAൻ്റെ സിലബസാണ്, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഈ പറയുന്ന ഉണ്ടോ ഗവർണേഴ്സ്, ഫങ്ഷൻ ഓഫ് ഗവർണർ, പിന്നെ ഫ്ലൈ വീല്, ഗവർണർ, ഫ്ലൈ വീല്, അതുപോലെ ഗിയേഴ്സ്,
അത്രയും വരുന്ന ഭാഗം നമ്മൾ നേരത്തെ നമ്മുടെ ആ ഒരു മൊഡ്യൂളിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്ലോമ ലെവലുള്ള ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ആ സബ്ജക്റ്റിൻ്റെ പല മൊഡ്യൂളിൽ വരുന്ന അല്ലെങ്കിൽ തേർഡ് മൊഡ്യൂളിലൊക്കെ വരുന്ന ടോപ്പിക്കാണ് ഈ ഫംഗ്ഷൻ ഓഫ് ഗവർണറും ഫ്ലൈ വീലൊക്കെ, അതുപോലെ ഗിയേഴ്സും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡിപ്ലോമ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മളൊരു PSC എക്സാമോ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ടോപ്പിക്സ് എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള ബേസ് മനസ്സിലാക്കി പോയാൽ വളരെ എഫക്റ്റീവായിട്ട് മാറാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സെയിം AMBA സിലബസിൽ വരുന്ന സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ 10 മാർക്കിന് കൊടുത്ത ഭാഗത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ താഴെ കണ്ടോ റിവെറ്റ്സ് ആൻഡ് ബോൾസ്. ഓക്കെ, ഇപ്പോൾ റിവെറ്റ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദ റിവെറ്റ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത് പോലെ ഏറ്റവും താഴെ കാണുന്ന പോലെ വെൽഡഡ് ജോയിൻറ്റ്സ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ആ ഡിപ്ലോമയുടെ സിലബസിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ. ഓക്കെ, അപ്പോൾ നമുക്കിതെല്ലാം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ നമ്മൾ ഭാവിയിൽ പഠിക്കുന്ന സമയത്ത് ആവശ്യമുള്ള ടോപ്പിക് തന്നെയാണ്. സോ നമ്മൾ ആ രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ ഒരു BTech ലെവൽ എക്സാമിൻ്റെ കേരള PSC എക്സാമിൻ്റെയൊക്കെ സിലബസിൽ ചോദിക്കുന്നത് താഴെ കാണുന്ന പോലെ കണ്ടത് ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാമിൻ്റെ സിലബസാണ്. ഓക്കെ, കേരള PSC ലെവലിലുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാമിൻ്റെ സിലബസാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ ടോപ്പിക്കിൻ്റെ പേര് കൊടുത്ത് നേരത്തെ പറഞ്ഞ പോലെ തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ്. ഇപ്പോൾ രണ്ടും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡിപ്ലോമ ലെവലിലും അതുപോലെ തന്നെ BTech ലെവലിലും നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സാധാരണ BTech ലെവൽ തിയറി ഓഫ് മെഷീൻസ് ആണ് ടോപ്പിക്കിൻ്റെ പേര് സബ്ജക്റ്റിൻ്റെ പേരുണ്ടാകാറുള്ളത്. എന്നാൽ ഡിപ്ലോമ ലെവലാകുമ്പം അത് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് ആണ്. നമ്മൾ ഈ ഒരു ഡിപ്ലോമയ്ക്ക് നേരത്തെ കണ്ട സിലബസിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ അവിടെയും വരുന്നുണ്ടായിരിക്കുക. കണ്ടോ, ബെൽറ്റ്, റോപ്പ്, പിന്നെ കൈനമാറ്റിക് ചെയിൻസിനെ കുറിച്ച്, പിന്നെ ഗവർണേഴ്സ്, അങ്ങനെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു സിലബസിലും വരുന്നുണ്ട്. അപ്പോൾ അതൊരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാം ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ BTech ലെവലാകുമ്പോൾ നമ്മൾ ഡിപ്ലോമയ്ക്ക് പഠിക്കാത്ത കുറേ കാര്യങ്ങളും അഡീഷണലായി നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഫ്ലൈ വീൽസ് കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഡിപ്ലോമയ്ക്ക് പഠിക്കുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിപ്ലോമ ലെവലാകുമ്പോൾ എല്ലാത്തിനെ കുറിച്ച് നമ്മളൊരു ബേസ് മാത്രമേ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. വളരെ ഡെപ്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കില്ല. അതൊരു BTech ലെവലിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും അതിൻ്റെ കുറച്ചും കൂടി കോൺസെപ്റ്റ് വൈസ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു കേരള PSCയുടെ എക്സാമിൻ്റെ സിലബസുകളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ഈ ഓരോ ടോപ്പിക്കും പഠിക്കാനായിട്ട്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പറയുന്ന പോലെ ഡിപ്ലോമ ലെവലുള്ള ഒരു കോഴ്സാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഡിപ്ലോമ ലെവലുള്ള ആ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്ന കാര്യമാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നോക്കാം എന്താണ് ഈ ഒരു തിയറി ഓഫ് മെഷീൻസ് അല്ലെങ്കിൽ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോന്നും പോയിൻ്റ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കം തൊട്ടേ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒരു പ്രാക്ടിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. സോ നോക്കാം എന്താണ് ഈ ഒരു തിയറി ഓഫ് മെഷീൻസ് അഥവാ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് റിലേറ്റീവ് മോഷൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് മെഷീൻ ആൻഡ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദം. അല്ലേ, അതായത് തിയറി ഓഫ് മെഷീൻ അഥവാ ഡിസൈൻ ഓഫ് മെഷീൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു എഞ്ചിനീയറിംഗ് സയൻസിൻ്റെ അല്ലെ ഒരു എഞ്ചിനീയറിംഗ് സയൻസിൻ്റെ ബ്രാഞ്ചാണ്. അതായത് എന്തിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ റിലേറ്റീവ് മോഷൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് മെഷീൻ ആൻഡ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദം. അപ്പോൾ ഒരു മെഷീൻ്റെയൊക്കെ പല പാർട്സുകൾ തമ്മിലുള്ള ഒരു മോഷനെക്കുറിച്ചും അല്ലെങ്കിൽ പരസ്പരം ഉണ്ടാകുന്ന റിലേറ്റീവ് മോഷനെക്കുറിച്ചും അതുപോലെ ആ മോഷൻ കാരണമാകുന്ന അല്ലെങ്കിൽ മോഷന് കാരണമാകുന്ന അല്ലെങ്കിൽ മോഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ തിയറി ഓഫ് മെഷീൻസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് റിലേറ്റീവ് മോഷൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ മെഷീൻ. ഓക്കെ, അപ്പോൾ ഒരു മെഷീൻ്റെ പല പാർട്സുകൾ തമ്മിലുള്ള റിലേറ്റീവ് മോഷനെ കുറിച്ചും അതുപോലെ ആൻഡ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദം. ഓക്കെ, അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു തിയറി ഓഫ് മെഷീൻസ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഈച്ച് പാർട്ട് ഓഫ് എ മെഷീൻ വിച്ച് മൂവ്സ് റിലേറ്റീവ് ടു സം അതർ പാർട്ട്. അല്ല, നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഒരു IC എഞ്ചിൻ്റെ കേസിലൊക്കെയാണ് നമുക്കൊരു IC എഞ്ചിൻ്റെ ബേസിക് വർക്ക് പ്രിൻസിപ്പിളൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അല്ലെ, ഒരു സിലിണ്ടറിൻ്റെ അറേഞ്ച്മെൻ്റ് ഉണ്ട്. സിലിണ്ടറിനകത്ത് പിസ്റ്റൺ ഉണ്ട്. പിസ്റ്റൻ്റെ മേലെ നമ്മളൊരു കണക്റ്റിംഗ് റോഡ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ കണക്റ്റിംഗ് റോഡ് നമ്മൾ നേരെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മേലേക്ക് ക്രാങ്കിൻ്റെ മേലേക്കായിരിക്കും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ മെഷീനകത്തുള്ള IC എഞ്ചിൻ എന്ന് പറയുന്ന മെഷീനകത്തുള്ള ഓരോ പാർട്സുകളാണ് നമ്മുടെ ഈ ഒരു കണക്റ്റിംഗ് റോഡ്, പിസ്റ്റൺ, ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ, അതൊക്കെ ഓരോ ആ ഒരു മെഷീൻ്റെ പാർട്ടുകളാണ്. സോ ഈച്ച് പാർട്ട് ഓഫ് എ മെഷീൻ, ഒരു മെഷീൻ്റെ ഓരോ പാർട്ടുകളും വിച്ച് മൂവ്സ്
റിലേറ്റീവ് ടു സം അതർ പാർട്ട്. അല്ല നമുക്കറിയാം ഓരോ പാർട്സും എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക, അതിന് തൊട്ട് അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റൊരു പാർട്ടിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചാണ് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പാർട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഈസ് നോൺ ആസ് എ കൈനമാറ്റിക് ലിങ്ക്. ഓക്കെ, ഈച്ച് പാർട്ട് ഓഫ് എ മെഷീൻ വിച്ച് മൂവ്സ് റിലേറ്റീവ് ടു സം അതർ പാർട്ട്. അല്ലേ, ഇപ്പോൾ ഇതൊരു സിലിണ്ടറാണ്. അതുപോലെ നമുക്കറിയാം ആ സിലിണ്ടറിനകത്ത് ഇതൊരു പിസ്റ്റനാണെന്ന് വിചാരിക്കാം. പിന്നെ പിസ്റ്റൻ്റെ മേലെ നമ്മളൊരു കണക്റ്റിംഗ് റോഡ് ഇങ്ങനെ പുറത്തേക്ക് കണക്ട് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. പിന്നെ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ നമുക്ക് നമ്മുടെ ക്രാങ്ക് ഇങ്ങനെ കണക്ട് വെച്ചിട്ടുണ്ടായിരിക്കും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മേലെ. നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റാണെന്ന് വിചാരിക്കും അല്ലേ. അതായത് ഈച്ച് പാർട്ട് ഓഫ് എ മെഷീൻ വിച്ച് മൂവ്സ് റിലേറ്റീവ് ടു സം അതർ പാർട്ട് അല്ലേ. അതായത് ഈ പിസ്റ്റൺ എങ്ങനെ മൂവ് ചെയ്യുന്നത്, ഈ ഒരു കണക്റ്റിംഗ് റോഡിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചാണ് പിസ്റ്റൺ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ പിസ്റ്റണും കൺട്രോളും തമ്മിൽ ബന്ധമുണ്ട് അല്ലേ. അപ്പോൾ ഇയാൾ എങ്ങനെ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ കണക്റ്റിംഗ് റോഡും ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ കണക്റ്റിംഗ് റോഡ് നമ്മുടെ പിസ്റ്റനെ റെസിപ്രോക്കേറ്റിംഗ് മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ ഉണ്ടാകുന്ന റോട്ടറി മോഷനെയാണ് നമ്മുടെ ഈ ക്രാങ്ക് കണക്റ്റിംഗ് റോഡ് വഴി പിസ്റ്റനിലേക്ക് കണക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നത്, അതൊരു റെസിപ്രോക്കേറ്റിംഗ് മോഷനായിട്ട് മാറുന്നുണ്ടായിരിക്കാം. സോ ഇവിടെ പറഞ്ഞ പോലെ ഈച്ച് പാർട്ട് ഓഫ് എ മെഷീൻ വിച്ച് മൂവ്സ് റിലേറ്റീവ് ടു സം അതർ പാർട്ട് അല്ലേ. അപ്പോൾ ഒരു മെഷീൻ്റെ ഓരോ പാർട്സും എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ തൊട്ടടുത്തുള്ള അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു പാർട്ടിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു മെഷീൻ്റെ പാർട്ടുകൾ മൂവ് ചെയ്യുന്നത്. ഈസ് നോൺ ആസ് എ കൈനമാറ്റിക് ലിങ്ക്. ഇതിനാണ് നമ്മൾ പറയുന്നത് കൈനമാറ്റിക് ലിങ്ക് അല്ലെങ്കിൽ എലമെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ ഈ കണക്റ്റിംഗ് റോഡ് ഒരു ലിങ്കാണ്. ഓക്കെ, ഇതൊരു കൈനമാറ്റിക് ലിങ്കാണ്. പിസ്റ്റൺ ഒരു കൈനമാറ്റിക് ലിങ്കാണ്. ക്രാങ്ക് ഒരു കൈനമാറ്റിക് ലിങ്കാണ്. ക്രാങ്ക് ഷാഫ്റ്റ് ഒരു കൈനമാറ്റിക് ലിങ്കാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ കോമൺ ആയിട്ട് കൈനമാറ്റിക് ലിങ്ക് അല്ലെങ്കിൽ ഒരു കൈനമാറ്റിക് എലമെൻ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈച്ച് പാർട്ട് ഓഫ് എ മെഷീൻ വിച്ച് മൂവ്സ് റിലേറ്റീവ് ടു സം അതർ പാർട്ട് ഈസ് നോൺ ആസ് എ കൈനമാറ്റിക് ലിങ്ക് ഓർ എൻ എലമെൻറ്റ്. അടുത്ത സെൻറ്റൻസ് നോക്കുക. എ ലിങ്ക് നീഡ് നോട്ട് ടു ബി എ റിജിഡ് ബോഡി. ഒരു ലിങ്ക് എന്താവണമെന്നില്ല. എ ലിങ്ക് നീഡ് നോട്ട് ടു ബി എ റിജിഡ് ബോഡി. ഒരു റിജിഡ് ബോഡി ആകണമെന്നില്ല. പക്ഷേ ബട്ട് ഇറ്റ് മസ്റ്റ് ബി എ റെസിസ്റ്റൻറ്റ് ബോഡി. പക്ഷേ എന്തായിരിക്കണം, അതൊരു റെസിസ്റ്റൻറ്റ് ബോഡി ആയിരിക്കണം. അതായത് ഒരു ലിങ്ക് ഒരിക്കലും റിജിഡ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ എന്തായിരിക്കണം, അത് റെസിസ്റ്റൻ്റ് ആയിരിക്കണം, റെസിസ്റ്റൻറ്റ് ബോഡി ആയിട്ട് മാറണം. അതായത് എന്താ റെസിസ്റ്റൻറ്റ് ബോഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എ ബോഡി ഈസ് സെഡ് ടു ബി എ റെസിസ്റ്റൻറ്റ് ബോഡി ഇഫ് ഇറ്റ് ഈസ് capable ഓഫ് ട്രാൻസ്മിറ്റിംഗ് ദ റിക്വയർഡ് ഫോഴ്സസ് വിത്ത് നെഗ്ലിജിബിൾ ഡിഫോർമേഷൻ. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ കണക്റ്റിംഗ് റോഡിൻ്റെ മേലെ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ കണക്റ്റിംഗ് റോഡ് നമുക്ക് റെസിപ്രോക്കേറ്റ് മോഷൻ കിട്ടുന്നത്. അതായത് ഒരു കണക്റ്റിംഗ് റോഡിൻ്റെ മേലേക്ക് ക്രാങ്ക് വഴിയാണ് എന്ത് ചെയ്യുന്നത്, മോഷൻ കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ക്രാങ്ക് കണക്റ്റിംഗ് റോഡിനെ ഫോഴ്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാൻ പാടില്ല, കണക്റ്റിംഗ് റോഡിന് ഒരു ഡിഫോർമേഷൻ സംഭവിക്കാൻ പാടില്ല. അതായത് ക്രാങ്ക് കൊടുക്കുന്ന ഫോഴ്സിനെ കൃത്യമായിട്ടും ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഈ കണക്റ്റിംഗ് റോഡിന് ഉണ്ടായിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ലിങ്ക് എന്താവണമെന്നില്ല, ഇറ്റ് ഈസ് നോട്ട് ടു ബി എ റിജിഡ് ബോഡി. എ ലിങ്ക് നീഡ് നോട്ട് ടു ബി എ റിജിഡ് ബോഡി. ഒരു ലിങ്ക് എന്താവണമെന്നില്ല, റിജിഡ് ബോഡി ആവണമെന്നില്ല. ബട്ട് എന്തായിരിക്കണം, അതൊരു റെസിസ്റ്റൻറ്റ് ബോഡി ആയിരിക്കണം. എന്താണ് റെസിസ്റ്റൻറ്റ് ബോഡി എന്ന് പറഞ്ഞാൽ, എ ബോഡി ഈസ് സെഡ് ടു ബി എ റെസിസ്റ്റൻറ്റ് ബോഡി ഇഫ് ഇറ്റ് ഈസ് capable ഓഫ് ട്രാൻസ്മിറ്റിംഗ് ദ റിക്വയർഡ് ഫോഴ്സസ് വിത്ത് നെഗ്ലിജിബിൾ ഡിഫോർമേഷൻ. അതായത് അതിന് കിട്ടുന്ന ഫോഴ്സുകൾ, അതിന് എക്സ്റ്റേണലായിട്ട് കിട്ടുന്ന ഫോഴ്സുകൾ അല്ലെങ്കിൽ ലോഡുകൾ എന്ത് ചെയ്യണം, അത് ഡിഫോർമേഷൻ സംഭവിക്കാണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ലിങ്കിന് അല്ലെങ്കിൽ നമ്മുടെ കൈനമാറ്റിക് ലിങ്കിന് അല്ലെങ്കിൽ കൈനമാറ്റിക് എലമെൻറ്റിന് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ഈ തിയറി ഓഫ് മെഷീൻ പഠിക്കുന്നത് കൊണ്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ചെറിയ ചെറിയ പോയിൻറ്റ്സാണ് പറയുന്നത്. ലാസ്റ്റ് പോയിൻറ്റ് നോക്കാം. Knowledge of this subject is important for an engineer in designing the various parts of the machine. അപ്പോൾ ഒരു മെഷീൻ്റെ പല പല പാർട്സുകളൊക്കെ ഡിസൈൻ ചെയ്യുമ്പം നമ്മളൊരു എഞ്ചിനീയർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ഈ തിയറി ഓഫ് മെഷീൻസ് അഥവാ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള അടുത്തൊരു ടേമാണ് കൈനമാറ്റിക് പെയർ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ആദ്യം ഇപ്പോൾ കൈനമാറ്റിക് ലിങ്കിനെ കുറിച്ച് പഠിച്ചു അല്ലേ. നമുക്ക് എന്താണ് കൈനമാറ്റിക് ലിങ്ക് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇതേപോലെ അടുത്തൊരു ടേമാണ് കൈനമാറ്റിക് പെയർ. അപ്പോൾ നോക്കാം എന്താണ് ഈ ഒരു കൈനമാറ്റിക് പെയർ. ദ ടു ലിങ്ക്സ് ഓർ എലമെൻറ്റ്സ് ഓഫ് എ മെഷീൻ വെൻ ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ആർ സെഡ് ടു ഫോം എ പെയർ.
അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ ക്രാങ്ക് ഉണ്ട് അല്ലേ? ഇത് ക്രാങ്കാണ്, ഇത് ക്രാങ്ക് ഷാഫ്റ്റ് വിചാരിക്കുക, ഇത് ക്രാങ്കാണ്. അപ്പോൾ ഈ ക്രാങ്കും കണക്റ്റിംഗ് റോഡും തമ്മിൽ എന്ത് ചെയ്യും, ഒരു കപ്പിൾ ചെയ്യുന്നുണ്ട് അല്ലേ? അതിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കണക്റ്റിംഗ് റോഡാണ്. ഓക്കെ, ഇത് നമ്മുടെ കണക്റ്റിംഗ് റോഡാണ്. അപ്പോൾ ഈ ക്രാങ്കും കണക്റ്റിംഗ് റോഡും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവർ തമ്മിൽ ബന്ധിപ്പിക്കുണ്ടാകുന്ന ഒരു പെയറുണ്ട്, ഒരു ജോഡി അല്ലേ? നമ്മുടെ ഈ ഒരു ക്രാങ്കിൻ്റെ ഭാഗവും നമ്മുടെ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഭാഗവും തമ്മിൽ ഇവിടെ വെച്ച് ബന്ധിപ്പിക്കുകയാണ്. ഞാൻ ഇവിടെ റെഡിൽ കാണിക്കുന്ന റോസ് പിങ്ക് കളറിൽ കാണിക്കുന്ന ഭാഗം ഞാൻ ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു പെയർ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനാണ് നമ്മൾ കൈനമാറ്റിക് പെയർ എന്ന് വിളിക്കുക അല്ലേ? അതായത് ദ ടു ലിങ്ക്സ് ഓർ എലമെൻറ്റ്സ് ഓഫ് എ മെഷീൻ. നമ്മുടെ മെഷീൻ്റെ രണ്ട് എലമെൻറ്റ്സ് അല്ലെങ്കിൽ രണ്ട് ലിങ്കുകളാണ്, ഒന്ന് ഈ ക്രാങ്കും അതുപോലെ തന്നെ ഒന്ന് ഈ കണക്റ്റിംഗ് റോഡും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലിങ്കുകൾ വെൻ ഇൻ കോണ്ടാക്റ്റ് വിത്ത് ഈച്ച് അതർ, ഈ രണ്ട് ലിങ്കുകൾ തമ്മിൽ കോണ്ടാക്റ്റ് വരുമ്പോൾ ആർ സെഡ് ടു ഫോം എ പെയർ. അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു പെയർ ഉണ്ടാകുന്നു. ഓക്കെ, ഇഫ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദം ഈസ് കംപ്ലീറ്റ്ലി ഓർ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ്, ദ പെയർ ഈസ് നോൺ ആസ് കൈനമാറ്റിക് പെയർ. അതായത് അവർ തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ എങ്ങനെയായിരിക്കും, ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കാം. നമുക്കിതിന് എന്ത് വിളിക്കാം, നമുക്ക് ഒരു കൈനമാറ്റിക് പെയർ എന്ന് വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കൈനമാറ്റിക് പെയർ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മൂന്നാമത്തെ പോയിൻ്റ് നോക്കാം. കൈനമാറ്റിക് ചെയിൻ ഈസ് ദ, അടുത്ത ടൈമാണ് കൈനമാറ്റിക് ചെയിൻ. ആദ്യം നമ്മൾ കൈനമാറ്റിക് ലിങ്ക് പറഞ്ഞു. കൈനമാറ്റിക് ലിങ്ക് കഴിഞ്ഞിട്ട് രണ്ടാമത് പഠിച്ച കൈനമാറ്റിക് പെയറാണ്. അതായത് ലിങ്കുകൾ തമ്മിൽ ചേർന്നാൽ പെയറായി. ഇനി മൂന്നാമത്തെയാണ് കൈനമാറ്റിക് ചെയിൻ. അതായത് കൈനമാറ്റിക് ചെയിൻ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ദ കൈനമാറ്റിക് പെയേഴ്സ്. അപ്പോൾ കൈനമാറ്റിക് പെയേഴ്സിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൈനമാറ്റിക് ചെയിൻ എന്ന് പറയുന്നത് അല്ലേ? അതായത് ആദ്യം ലിങ്ക് തമ്മിൽ ചേർന്ന പെയർ, ഈ പെയറിൻ്റെ കോമ്പിനേഷനാണ് നമ്മുടെ കൈനമാറ്റിക് ചെയിൻ. ഓക്കെ, ലിങ്ക് പെയർ ചെയിൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. കൈനമാറ്റിക് ചെയിൻ ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ദ കൈനമാറ്റിക് പെയേഴ്സ്. ഇവിടെ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ടുണ്ട്, നോക്കാം. ദ സിലിണ്ടർ, പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, ജേണൽ ബിയറിംഗ് ഇൻ ദ കേസിംഗ് ഓൾ ടുഗദർ ഫോം ദ കൈനമാറ്റിക് ചെയിൻ ഇൻ ദ IC എൻജിൻ. ഇപ്പോൾ നമ്മുടെ IC എൻജിൻ എന്ന് പറയുന്ന ഒരു മെഷീൻ അല്ലെങ്കിൽ ആ ഒരു കൈനമാറ്റിക് ചെയിൻ എന്ന് പറയുമ്പോൾ ആ സിലിണ്ടറും പിസ്റ്റണും, ഈ സിലിണ്ടറും പിസ്റ്റണൊക്കെ എന്താണ്, ഓരോ ലിങ്കുകളാണ്. സിലിണ്ടർ ഒരു ലിങ്ക്, പിസ്റ്റൺ മറ്റൊരു ലിങ്ക്, കണക്റ്റിംഗ് റോഡ് വേറൊരു ലിങ്ക്. അപ്പോൾ ഈ സിലിണ്ടറും പിസ്റ്റണും തമ്മിൽ ഉണ്ടാകുന്ന ആ രണ്ട് ലിങ്കിൽ തമ്മിൽ ചേർന്നാൽ അത് പെയറായി മാറി. ഇനി ഈ പെയറുകളെല്ലാം കൂടി കോമ്പിനേഷനായി മാറിയാൽ അത് മൊത്തത്തിൽ നമുക്കൊരു കൈനമാറ്റിക് ചെയിനായിട്ട് പറയാൻ പറ്റും അല്ലേ? സിലിണ്ടറും പിസ്റ്റണും കണക്റ്റിംഗ് റോഡും ക്രാങ്ക് ഷാഫ്റ്റും ജേണൽ ബിയറിംഗ് ഇൻ ദ കേസിങ്ങും എല്ലാം കൂടി ചേർന്നതായി മാറി അതൊരു കൈനമാറ്റിക് ചെയിനാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിച്ചിരിക്കുന്നത്: കൈനമാറ്റിക് ലിങ്ക്, കൈനമാറ്റിക് പെയർ, കൈനമാറ്റിക് ചെയിൻ. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ടൈപ്സ് ഓഫ് റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും കൺസ്ട്രെയിൻഡ് മോഷനെക്കുറിച്ച് ആണ് നമുക്കിതിൽ പഠിക്കാനുണ്ടായിരിക്കുക. ഓക്കെ, ഫോർ റിലേറ്റീവ് മോഷൻ വി നീഡ് 2 ലിങ്ക്സ്. നമുക്കറിയാം, ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, മിനിമം 2 ലിങ്കുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ടൈപ്സ് ഓഫ് റിലേറ്റീവ് മോഷൻ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് നമ്മുടെ കൺസ്ട്രെയിൻഡ് മോഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് കൺസ്ട്രെയിൻഡ് മോഷൻ നോക്കുക. ദ മോഷൻ ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ ഓർ ഡിസൈഡ് മോഷൻ. ഓക്കെ, അപ്പോൾ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസൈഡ് മോഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള മോഷനാണ് നമ്മൾ കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയാം. നമ്മൾ ഡീറ്റെയിലായിട്ട് വഴിയെ പഠിക്കുന്നുണ്ടാവുമല്ലോ ഉദ്ദേശിക്കുന്നുള്ളത്. പ്രാക്ടിക്കലി അല്ലെങ്കിൽ ടെക്നിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ വരുന്ന 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് നോക്കാം. അതിൽ കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷനും വരുന്നുണ്ട്, ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷനും വരുന്നുണ്ട്, സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷനും വരുന്നുണ്ട് അല്ലേ? അപ്പോൾ കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിലേക്ക് ഉണ്ടാകുന്ന മോഷനാണ് നമ്മൾ കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന 3 ക്ലാസിഫിക്കേഷൻസാണ് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷനും, ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷനും, സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷനും. നമുക്കിനി ഇതിൽ
ഈ ഓരോന്നും പ്രത്യേകം നോക്കാം. ഇതൊക്കെ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ നമുക്ക് കൃത്യമായിട്ട് എക്സാമിന് മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ടൈപ്സ് ഓഫ് റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത് നോക്കാം. ഫസ്റ്റ് പറയാൻ പോകുന്നത് കൺസ്ട്രെയിൻറ്റ് മോഷനിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻറ്റ് മോഷൻ. ഓക്കെ, ഇപ്പോൾ ഡിപ്ലോമ ലെവലുള്ള എക്സാമിനും 7 മാർക്കിനും 3 മാർക്കിനും ചോദിക്കുന്നതാണ്. അതുപോലെ PSC എക്സാംസിനും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. നോക്കാം. കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻറ്റ് മോഷൻ. When the motion between a pair is limited to a definite direction, irrespective of the direction of force applied, then the motion is said to be a completely constrained motion. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം കൺസ്ട്രെയിൻറ്റ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഡെഫിനിറ്റ് ഡയറക്ഷനിലേക്കുള്ള മോഷനാണ് കൺസ്ട്രെയിൻറ്റ് മോഷൻ. ഇനി അത് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻറ്റ് മോഷൻ എപ്പോഴാണ് ആവുന്നത്, വെൻ ദ മോഷൻ ബിറ്റ്വീൻ എ പെയർ ഈസ് ലിമിറ്റഡ്, പ്രത്യേകം ശ്രദ്ധിക്കണം, വെൻ ദ മോഷൻ ബിറ്റ്വീൻ എ പെയർ ഈസ് ലിമിറ്റഡ് ടു എ ഡെഫിനിറ്റ് ഡിറക്ഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ആ ഒരു പോയിൻ്റാണ് നമുക്കിതിൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അവിടെയാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, അതായത് നമ്മളിപ്പോൾ 2 ലിങ്കുകളുണ്ട്, 2 ലിങ്കുകൾ തമ്മിൽ ചേർന്നാൽ ഒരു പെയറായിട്ട് മാറി അല്ലേ. അപ്പോൾ ആ പെയർ തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ കൊടുക്കുന്ന ഫോഴ്സിന് അല്ലെങ്കിൽ ആ കൊടുക്കുന്ന ഫോഴ്സിന് ഡയറക്ഷൻ എന്തെയില്ല, അതിൻ്റെ ആ പെയറിൻ്റെ മോഷൻ ഉണ്ടാവുന്നതിന് ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അതിന് ബന്ധമില്ല. അതായത് നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുക്കുമ്പം ഈ ഡയറക്ഷനിലേക്ക് തന്നെ മൂവ് ചെയ്യണമെന്നില്ല. അതായത് ആ കൈനമാറ്റിക് പെയർ എങ്ങനെയാണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക, അവിടെ ഒരു മോഷൻ ക്രിയേറ്റ് ആവുന്നുണ്ടായിരിക്കും. അങ്ങനെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സിന് ഇറസ്പെക്റ്റീവ് ആയിട്ടുള്ള കൺസ്ട്രെയിൻറ്റ് മോഷനെയാണ് നമ്മൾ കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻറ്റ് മോഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ പറയുന്നുണ്ട്, ദ പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ ദാറ്റ് ഈസ് ഇൻ എ സ്റ്റീം എഞ്ചിൻ ഫോം എ പെയർ. നമുക്കറിയാം പിസ്റ്റണും സിലിണ്ടറും തമ്മിലൊരു പെയർ ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ദ മോഷൻ ഓഫ് ദ പിസ്റ്റൺ ഈസ് ലിമിറ്റഡ് ടു എ ഡെഫിനിറ്റ് ഡിറക്ഷൻ അല്ലേ. അതായത് ഇറ്റ് വിൽ ഓൺലി റെസിപ്രോക്കേറ്റ്. നമുക്കറിയാം ഇതിപ്പോൾ ഒരു സിലിണ്ടർ ആണെങ്കിൽ നമ്മൾ ആ സിലിണ്ടറിൻ്റെ ഉള്ളിൽ പിസ്റ്റൺ അറിഞ്ഞതുണ്ടായിരിക്കും അല്ലേ. നമ്മളെന്ത് ചെയ്യും, പിസ്റ്റൻ്റെ മേലെ നമ്മൾ കണക്റ്റിംഗ് റോഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അല്ലേ, നമ്മൾ ഈ ഒരു കണക്റ്റിംഗ് റോഡിൻ്റെ മേലെ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ പിസ്റ്റണ് അങ്ങോട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു മോഷൻ മാത്രമേ അവിടെ നമുക്കവിടെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് നമുക്ക് വേറൊരു ഓസിലേറ്റിംഗ് മോഷൻ നമ്മുടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇവിടെ അതിൻ്റെ ചുറ്റും സിലിണ്ടറിൻ്റെ സർഫസ് ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യില്ല, ആ പിസ്റ്റണ് വേറെ അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മളിവിടുന്ന് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതൊരു പർട്ടിക്കുലർ അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റീവ് മോഷൻ മാത്രമേ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അതാണ് നമ്മൾ കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻറ്റ് മോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ദ മോഷൻ ഓഫ് എ സ്ക്വയർ ബാർ ഇൻ എ സ്ക്വയർ ഹോൾ അല്ലേ. അപ്പോൾ ഇതൊരു സ്ക്വയർ ഹോളാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ അകത്ത് കൂടെ ഒരു സ്ക്വയർ ഹോളുണ്ട്. നമ്മളെന്ത് ചെയ്യണം, ഒരു സ്ക്വയർ ബാർ ഇതിൻ്റെ അകത്ത് കൂടെ നമ്മളിങ്ങനെ ഒരു സ്ക്വയർ ബാർ ആ സ്ക്വയർ ഹോളിൻ്റെ അതുകൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സ്ക്വയർ ബാറിൻ്റെ മോഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, ഈ സ്ക്വയർ ബാർ ഈ പറഞ്ഞ പോലെ ഒരു റെസിപ്രോക്കേറ്റീവ് മോഷൻ അല്ലെങ്കിൽ ഒരു ലീനിയർ ആയിട്ടുള്ള മോഷൻ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ല. അല്ലാണ്ട് നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ഇതൊരു സ്ക്വയർ ഹോളിനകത്തുള്ള സ്ക്വയർ ബാറാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് റെസ്പെക്റ്റീവായിട്ടുള്ള ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിലേക്കുള്ള മാത്രമുള്ള ഒരു മോഷനാണ് നമ്മൾ കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നേരെ തിരിച്ചായിരിക്കും ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയുന്നത്. അതായത് നേരെ നമുക്ക് എൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. അതായത് ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറഞ്ഞാൽ വെൻ ദ മോഷൻ ബിറ്റ്വീൻ എ പെയർ ക്യാൻ ടേക്ക് പ്ലേസ് ഇൻ മോർ ദാൻ വൺ ഡിറക്ഷൻ അല്ലേ. അപ്പോൾ ഒരു പെയർ തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു പെയറിൻ്റെ മോഷൻ എന്ത് ചെയ്യും, ഒരു ഡയറക്ഷനിലധികം എന്ത് ചെയ്യും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വെൻ ദ മോഷൻ ബിറ്റ്വീൻ എ പെയർ ക്യാൻ ടേക്ക് പ്ലേസ് ഇൻ മോർ ദാൻ വൺ ഡിറക്ഷൻ ദെൻ ദ മോഷൻ ഈസ് കോൾഡ് ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. ഞാൻ എക്സാമ്പിൾ പറയുന്നുണ്ട്, ആലോചിച്ച് നോക്കുക. എ സർക്കുലർ ബാർ ഓർ ഷാഫ്റ്റ് ഇൻ എ സർക്കുലർ ഹോൾ ആസ് ഇറ്റ് മേ ഈതർ റൊട്ടേറ്റ് ഓർ സ്ലൈഡ് ഇൻ എ ഹോൾ. നമ്മൾ നേരത്തെ സ്ക്വയർ ബാർ ഇൻ എ സ്ക്വയർ ഹോൾ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഒരു സർക്കുലർ
ഇതൊരു സർക്കുലർ ഹോളാണ്. ഓക്കെ, ഇതിനകത്ത് കൂടെ ഒരു ഹോളുണ്ട്. നമ്മുടെ ഈ സർക്കുലർ ഹോളിനകത്ത് കൂടെ നമ്മളൊരു ഷാഫ്റ്റ് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോഴ്സ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ റെസിപ്രോക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ എന്ത് ചെയ്യാനും സാധിക്കും, ഇതിനെ നമുക്ക് ഒരു റോട്ടറി മോഷനും കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പെയർ തമ്മിൽ അല്ലേ, ഇപ്പോൾ ഈ സർക്കുലർ ബാറും ഈ സർക്കുലർ ഹോളും തമ്മിൽ ഒരു പെയറുണ്ട് അല്ലേ. അപ്പോൾ ആ പെയറിൻ്റെ മോഷൻ ഒന്നിലധികം മോഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് മോഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം മനസ്സിലായിട്ടുണ്ടായിരിക്കും, കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷനും ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് ആ ഒരു പ്രാക്ടിക്കൽ നോളജ് കിട്ടുന്നതാണ്. ഇനി മൂന്നാമത്തെയാണ് സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ. അപ്പോൾ നോക്കാം എന്താണ് സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. വെൻ ദ മോഷൻ ബിറ്റ്വീൻ എലമെൻറ്റ്സ് ഫോമിംഗ് എ പെയർ ഈസ് സച്ച് ദാറ്റ് ദ കൺസ്ട്രെയിൻഡ് മോഷൻ ഈസ് നോട്ട് കംപ്ലീറ്റഡ് ബൈ ഇറ്റ് സെൽഫ്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ്. അതായത് വെൻ ദ മോഷൻ ബിറ്റ്വീൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ലിങ്ക്സ് വിച്ച് ഫോമിങ് എ പെയർ, നമുക്കറിയാം രണ്ട് എലമെൻറ്റ്സ് അഥവാ രണ്ട് ലിങ്ക് തമ്മിൽ ചേർന്ന ഒരു പെയർ ഫോം ആവും. ഈസ് സച്ച് ദാറ്റ് ദ കൺസ്ട്രെയിൻഡ് മോഷൻ ഈസ് നോട്ട് കംപ്ലീറ്റഡ് ബൈ ഇറ്റ് സെൽഫ്. ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട പോയിൻ്റ്. അതായത് അവിടെ ഉണ്ടാകുന്ന കൺസ്ട്രെയിൻഡ് മോഷൻ എന്തല്ല, അത് ആ പെയർ കൊണ്ട് മാത്രമല്ല സാധ്യമാകുന്നത്. ഓക്കെ, ദ കൺസ്ട്രെയിൻഡ് മോഷൻ ഈസ് നോട്ട് കംപ്ലീറ്റഡ് ബൈ ഇറ്റ് സെൽഫ് ബട്ട് ബൈ സം അതർ മീൻസ് അല്ലേ. അത് സ്വന്തമല്ല ആ ഒരു കൺസ്ട്രെയിൻഡ് മോഷൻ ഉണ്ടാക്കുന്നത്, പക്ഷേ അത് വേറെ ഒരു സഹായം തേടുന്നുണ്ട്. ദെൻ ദ മോഷൻ ഈസ് കോൾഡ് ആൻഡ് സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ. അപ്പോൾ അങ്ങനെയുള്ള മോഷനാണ് മറ്റൊരു സഹായത്താൽ, മറ്റൊന്നിൻ്റെ സഹായത്താൽ അല്ലെങ്കിൽ ആ പെയറിൻ്റെ സഹായം കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ ആ പെയർ മാത്രമല്ല അവിടെ മോഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, മറ്റൊരു സഹായത്താലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ മോഷൻ, ഒരു കൺസ്ട്രെയിൻഡ് മോഷൻ ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മോഷനാണ് നമ്മൾ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ദ മോഷൻ ഓഫ് ആൻ IC എൻജിൻ വാൾവ് അല്ല. അപ്പോൾ നമ്മുടെ IC എൻജിൻ വാൾവൊക്കെ വർക്ക് ചെയ്യുന്നത് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. ആ ക്യാം ഷാഫ്റ്റ് തിരിയുമ്പോൾ ക്യാമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ IC എൻജിൻ്റെ വാൾവിനെ മൂവ് വയ്ക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ IC എൻജിൻ വാൾവിൻ്റെ അവിടെ നമ്മൾ ഒരു സ്പ്രിങ്ങിൻ്റെ അറേഞ്ച്മെൻ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ എക്സ്റ്റേണൽ സോഴ്സ് വെച്ചാണ് എന്ത് ചെയ്യുന്നത്, അവിടെ കൺസ്ട്രെയിൻഡ് മോഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മളൊരു എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്ന ഫോഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഒരു പെയറിൻ്റെ സഹായം കൊണ്ട് മാത്രമല്ല, ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ കൺസ്ട്രെയിൻഡ് മോഷൻ ഉണ്ടാകുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 ടൈപ്പ് കൺസ്ട്രെയിൻഡ് മോഷൻസ്. കാരണം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചോദിക്കാറുള്ളതാണ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ 3 ടൈപ്പ് ഉണ്ട് കൺസ്ട്രെയിൻഡ് മോഷനിൽ: കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ, ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ, സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ. അതേപോലെ കൺസ്ട്രെയിൻഡ് മോഷന് നേരെ വിപരീതമായിരിക്കും നമ്മുടെ അൺകൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്തായിരിക്കും ഇവിടെ കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെഫിനിറ്റ് ഡയറക്ഷനിലേക്കുള്ള മോഷനാണ് കൺസ്ട്രെയിൻഡ് മോഷൻ. അതായത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു അൺഡിസൈഡ് ആയിട്ടുള്ള, ഒരു ഡെഫിനിറ്റ് അല്ലാത്ത ഡയറക്ഷനിലേക്കുള്ള മോഷനാണ് നമ്മുടെ അൺകൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഒരു ക്ലാസിഫിക്കേഷനും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇത്രയും, അല്ലെങ്കിൽ ഒരു സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ കൺസ്ട്രെയിൻഡ് മോഷൻ എന്താണ്, അതുപോലെ തന്നെ അതിൽ വരുന്ന കംപ്ലീറ്റ്ലിയും ഇൻകംപ്ലീറ്റ്ലിയും സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇവിടെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുള്ളതാണ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പെയറിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയാണ് പെയറിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത് നോക്കാം. അതായത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് പെയർ ഈസ് ബേസ്ഡ് ഓൺ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ എലമെൻറ്റ്സ് അല്ലേ, അല്ലെങ്കിൽ ലിങ്കുകൾ തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, 2 ലിങ്കുകൾ തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ, നമുക്കറിയാം 2 ലിങ്കുകൾ കൂട്ടിച്ചേരുമ്പോഴാണ് അവിടെ ഒരു പെയർ ക്രിയേറ്റ് ആവുന്നത്. സോ ആ 2 ലിങ്കുകൾ തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് സ്ലൈഡിംഗ് പെയർ. ഓക്കെ, ഇവിടെ കാണുന്നതായിരിക്കും സ്ലൈഡിംഗ് പെയർ. രണ്ടാമത്തെയാണ് ടേണിംഗ് പെയർ. വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്, അതിൻ്റെ പേര് പോലെ തന്നെ നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. ടേണിംഗ് പെയർ, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഒരു എന്നിൻ്റെ കുറവുണ്ട് കേട്ടോ. ടേണിംഗ് പെയർ. മൂന്നാമത്തെയാണ് റോളിംഗ് പെയർ. നാലാമത്തത് സ്ക്രൂ പെയർ. അഞ്ചാമത്തത് സ്ഫെറിക്കൽ പെയർ.
ഓക്കെ, അപ്പോൾ നമുക്ക് അക്കോർഡിംഗ് ടു ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ എലമെൻറ്റ്സ് വരുന്ന സ്ലൈഡിംഗ് പെയർ ആണ് ഫസ്റ്റ് വരുന്ന നോക്കാം. ദ ടു എലമെൻറ്റ്സ് ഹാവ് എ സ്ലൈഡിംഗ് മോഷൻ റിലേറ്റീവ് ടു ഈച്ച് അതർ. ചിലപ്പോൾ എന്തായിരിക്കും സ്ലൈഡിംഗ് പെയർ എന്ന് പറഞ്ഞാൽ രണ്ട് ലിങ്കുകൾ കൂടി ചേരുമ്പോഴാണ് ഒരു പെയർ ഉണ്ടാകുന്നത്. അപ്പോൾ സ്ലൈഡിംഗ് പെയർ എന്തായിരിക്കും, അവർ തമ്മിലുള്ള മോഷൻ എന്തായിരിക്കും, ഒരു ലിങ്ക് മറ്റേ ലിങ്കിൻ്റെ മേലേക്ക് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നതായിരിക്കുക. ഇവിടെ നോക്കുക, ഇവിടെ ഉണ്ടോ, അതൊരു സ്ക്വയർ, നേരത്തെ നമ്മൾ വരച്ച പോലെ ഒരു സ്ക്വയർ ഹോൾ ഉണ്ട് ഇതിനകത്ത്. കണ്ടോ, ഇവിടെ സ്ക്വയർ ഹോൾ ഉണ്ട്. ആ സ്ക്വയർ ഹോളിൻ്റെ അകത്ത് കൂടെ നമ്മൾ ഈ ഒരു സ്ക്വയർ ബാർ കടത്തി വിടുന്നുണ്ട് അല്ലേ, മൂവ് ചെയ്യിക്കുന്നുണ്ട്. ഇവർ തമ്മിലുള്ള മോഷൻ എന്തായിരിക്കും, ഒരു സ്ലൈഡിങ് മോഷനാണ് ഉണ്ടായിരിക്കുക അല്ലേ, ഒരു സ്ലൈഡിങ് മോഷനാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പെയറാണ് സ്ലൈഡിങ് പെയർ. ഓർക്കാൻ എളുപ്പമാണ്. പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ, റെക്റ്റാങ്കുലർ റോഡ് ഇൻ എ റെക്റ്റാങ്കുലർ ഹോൾ. ഓക്കെ, എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക അല്ലേ. ഇപ്പോൾ നമ്മുടെ സിലിണ്ടറിനകത്തുള്ള പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് ശരിക്കും, അതും ഒരു സ്ലൈഡിങ് പെയറാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അവിടെ സ്ലൈഡിങ് മോഷനാണ് സംഭവിക്കുന്നത്. അതേപോലെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഫിഗർ ഓർത്ത് വെക്കുക. ഒരു സ്ക്വയർ അല്ലേ, ഒരു റെക്റ്റാങ്കുലർ റോഡ് ഇൻ എ റെക്റ്റാങ്കുലർ ഹോൾ, ഒരു റെക്റ്റാങ്കുലർ ഹോളിനകത്ത് കൂടെയുള്ള റെക്റ്റാങ്കുലർ റോഡിൻ്റെ മോഷൻ എന്താണ്, അതും സ്ലൈഡിങ് പെയറാണ്. ഓർത്ത് വെക്കാൻ എളുപ്പമാണ്, പേര് പോലെ തന്നെ വലിയൊരു ബുദ്ധിമുട്ടില്ല പഠിക്കാനായിട്ട്. ഇനി രണ്ടാമത്തെയാണ് ടേണിംഗ് പെയർ. അപ്പോൾ എന്തായിരിക്കും ടേണിംഗ് പെയർ എന്ന് പറയുമ്പോൾ, ഒരു ലിങ്ക് മറ്റേ ലിങ്കിൻ്റെ അകത്ത് കൂടെ അല്ലെങ്കിൽ ആ ലിങ്കിന് മേലെ ടേൺ ചെയ്യുമായിരിക്കും അല്ലേ. ആലോചിച്ച് നോക്കാം. വെൻ ദ ടു എലമെൻറ്റ്സ് ആർ കണക്റ്റഡ് സച്ച് ദാറ്റ് ദ എലമെൻറ്റ്സ് റിവോൾവ്സ് എബൌട്ട് ദ അതർ എലമെൻറ്റ് അല്ലേ. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ മേലെ കൂടെ ഒരു എലമെൻറ്റിൻ്റെ മേലെ അല്ലെങ്കിൽ മറ്റൊരു എലമെൻറ്റ് എന്തായിരിക്കും, എലമെൻറ്റ് മീൻസ് ലിങ്കാണ്. ഒരു ലിങ്ക് മറ്റൊരു ലിങ്കിൻ്റെ മേലെ കൂടെ എന്തായിരിക്കും, റിവോൾവ് ചെയ്യായിരിക്കും അല്ലെങ്കിൽ ടേൺ ചെയ്യായിരിക്കും. അതാണ് നമ്മൾ ടേണിംഗ് പെയർ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഷാഫ്റ്റ് റൊട്ടേറ്റ്സ് ഇൻ ദ ബിയറിംഗ് അല്ലേ. ഇപ്പോൾ ബിയറിങ്ങിൻ്റെ അകത്ത് ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് എന്താണ്, നമ്മുടെ ടേണിംഗ് പെയറാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ കണ്ടോ, അതിനകത്തൂടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്. അതുപോലെ ഒരു സിലിണ്ടറിനകത്ത് കൂടെ ഒരു ഹോളും ഉണ്ടായിരിക്കും. അപ്പോൾ ഹോളിൻ്റെ അകത്ത് നിന്നാണ് നമ്മുടെ ഈ ഒരു ഷാഫ്റ്റ് എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം. സോ അതൊരു ടേണിംഗ് പെയറാണ്. ഇനി മൂന്നാമത്തെയാണ് റോളിംഗ് പെയർ. അപ്പോൾ ആലോചിച്ച് നോക്കുന്നത്, റോളിംഗ് ആകുമ്പോൾ എന്തായിരിക്കും, റോൾ ചെയ്യായിരിക്കും. വെൻ വൺ എലമെൻറ്റ് ഈസ് ഫ്രീ ടു റോൾ ഓൺ അനദർ എലമെൻറ്റ് അല്ലേ. നമ്മുടെ ബിയറിങ്ങിൻ്റെ കേസ് നമുക്കറിയാം. ഈ ബിയറിങ്ങിനകത്ത് ബിയറിംഗ് ബോൾസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ബോൾ എന്ത് ചെയ്യാണ്, ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് കൂടെ എന്ത് ചെയ്യണം, റോൾ ചെയ്യാണ്. മേലത്തെ ബിയറിംഗ് ഈ ഭാഗം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ബോൾസ് റൊട്ടേറ്റ് ചെയ്യാണ് അല്ലേ, അല്ലെങ്കിൽ റോൾ ചെയ്യാണ്. അപ്പോൾ എന്ത് പെയറാണ് സംഭവിക്കുന്നത്, അവിടെ റോളിംഗ് പെയറാണ് ഉണ്ടാകുന്നത്. സോ മൂന്നെണ്ണം മനസ്സിലായി: ടേണിംഗ് പെയർ, സ്ലൈഡിംഗ് പെയർ, റോളിംഗ് പെയർ. നാലാമത്തെയാണ് സ്ക്രൂ പെയർ അല്ലേ. അപ്പോൾ എന്തായിരിക്കും സ്ക്രൂ പെയർ എന്ന് പറയുമ്പോൾ, നമ്മുടെ ഒരു നെട്ടും ബോൾട്ടും തമ്മിലുള്ള പെയർ എന്താണ്, സ്ക്രൂ പെയറാണ്. കാരണം ഇൻ ദിസ് ടൈപ്പ് ദ കോൺടാക്റ്റിംഗ് സർഫസ് ഈസ് ഹാവിങ് ത്രെഡ്സ്. നമ്മുടെ കോൺടാക്റ്റിംഗ് സർഫസ് തമ്മിൽ എന്തുണ്ട്, ത്രെഡുകൾ അല്ലെ. നമ്മുടെ കോൺടാക്റ്റിംഗ് സർഫസിൽ ത്രെഡാണ് ഉള്ളത്. നെറ്റിൻ്റെ അകത്തും ത്രെഡ് ഉണ്ടായിരിക്കും, നമ്മുടെ ബോൾട്ടിൻ്റെ പുറത്തും ത്രെഡ് ഉണ്ടായിരിക്കും. അതായത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ ഹെലിക്കൽ പെയർ. വൺ എലമെൻറ്റ് ടേൺസ് എബൌട്ട് അനദർ എലമെൻറ്റ് ബൈ മീൻസ് ഓഫ് ത്രെഡ് ഓൺലി. അപ്പോൾ ത്രെഡിൻ്റെ മേലെ കൂടെയുള്ള ഒരു ത്രെഡിൻ്റെ മേലെ കൂടെ മറ്റു ത്രെഡ് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ തരത്തിലുള്ള പെയറാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നെറ്റും ബോൾട്ടും എന്താണ്, ആ രണ്ട് ലിങ്കുകളും തമ്മിൽ ചേർന്ന് ഒരു പെയറുണ്ടായി. ഒരു പെയറിൻ്റെ മോഷൻ എങ്ങനെയാണ്, ഒരു സ്ക്രൂ സർഫസിലൂടെ അല്ലെങ്കിൽ ത്രെഡ് സർഫസിലൂടെയാണ് കോൺടാക്ട് ചെയ്യുന്നത്. സോ അതാണ് സ്ക്രൂ പെയർ എന്ന് പറഞ്ഞാൽ അല്ലേ. എ ബോൾട്ട് ആൻഡ് നെറ്റ് അറേഞ്ച്മെൻറ്റ്, സ്ക്രൂ ജാക്ക് ഫോർ ലിഫ്റ്റിംഗ് ഹെവി വെയ്റ്റ്സ്. നമുക്കറിയാം കോമൺ ആയിട്ട് നെറ്റും ബോൾട്ടും തമ്മിലുള്ള ബന്ധമാണ് അല്ലെങ്കിൽ പെയറാണ് സ്ക്രൂ പെയർ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ സ്ലൈഡിംഗ് പെയർ മനസ്സിലായി, ടേണിംഗ് പെയർ മനസ്സിലായി, റോളിംഗ് പെയർ മനസ്സിലായി, സ്ക്രൂ പെയർ മനസ്സിലായി. ലാസ്റ്റ് വൺ ആണ് സ്ഫെറിക്കൽ പെയർ. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ഈ ഒരു കൈയിൻ്റെ ചലനം അല്ലെങ്കിൽ നമ്മുടെ കാൽമുട്ടിൻ്റെ ചലനം ശരിക്കും എന്താണ്, അതൊരു സ്ഫെറിക്കൽ പെയറാണ്. അല്ലെങ്കിൽ നമ്മുടെ ഗിയറിൻ്റെയൊക്കെ ഒരു മോഷൻ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മിറർ ഉണ്ടായിരിക്കും. മിറർ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ശരിക്കും പെയർ എന്താണ്, ആ ഒരു ജോഡി എന്ന് പറഞ്ഞാൽ, പെയർ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു അറേഞ്ച്മെൻ്റ് ആണ്, ഒരു സ്ഫെറിക്കൽ പെയറാണ്. അതായത് വൺ എലമെൻറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് സ്ഫിയർ. ഒരു എലമെൻറ്റ് എന്തായിരിക്കും, ഒരു സ്ഫിയറിൻ്റെ ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ടേൺസ് അബൌട്ട് ദ ഫിക്സഡ് എലമെൻറ്റ്. ഒരു ഫിക്സഡ് എലമെൻറ്റ് മേലെ കൂടെ എന്ത് ചെയ്യാണ്, അത് ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ തരത്തിലുള്ള ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ഒക്കെ എന്താണ്, സ്ഫെറിക്കൽ പെയറിന് എക്സാമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പെയർ ആണ്. അതിൽ തന്നെ നമ്മൾ ആദ്യം പഠിച്ചതാണ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ എലമെൻറ്റ്സ് അല്ലേ. അപ്പോൾ ലിങ്കുകൾ തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ സ്ലൈഡിംഗ് പെയർ ആയിട്ടും ടേണിംഗ് പെയർ ആയിട്ടും റോളിംഗ് പെയർ ആയിട്ടും സ്ക്രൂ പെയർ ആയിട്ടും സ്ഫെറിക്കൽ പെയർ ആയിട്ടും നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതേപോലെ അടുത്തൊരു ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കാണുന്നതായിരിക്കുക, അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് കോണ്ടാക്റ്റ് ബിറ്റ്വീൻ ദ എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ രണ്ട് ലിങ്കുകൾ തമ്മിലുണ്ടാകുന്ന കോണ്ടാക്റ്റ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ്. രണ്ട് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്, ഒന്ന് ലോവർ പെയറും ഒന്ന് ഹയർ പെയറും.
വളരെ എളുപ്പമാണ് മനസ്സിലാക്കി വെക്കാനായിട്ട്. അപ്പോൾ ലോവർ പെയർ എന്ന് പറഞ്ഞാൽ വെൻ ദ ടു കൈനമാറ്റിക് ലിങ്ക്സ് ആർ കണക്റ്റഡ് സച്ച് ദാറ്റ് ദേ ഹാവ് എ സർഫസ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ടു ലിങ്ക്സ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ലോവർ പെയർ. ഇപ്പോൾ ലോവർ പെയർ എന്ന് പറഞ്ഞാൽ സർഫസ് കോണ്ടാക്റ്റ് ആണ്. അപ്പോൾ നോക്കാം, ഇതൊരു ലിങ്കാണ്, ഇതൊരു ലിങ്കാണ്. ഇവർ തമ്മിലുള്ള കോണ്ടാക്റ്റ് എങ്ങനെയാണ് അല്ലേ? ഈ ഒരു റെക്റ്റാങ്കുലർ ബാറിൻ്റെ അകത്തോടെ പോകുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ റെക്റ്റാങ്കുലർ ബാറിൻ്റെ സർഫസ് ആണ് ആ ഹോളിൻ്റെ അകത്ത് ടച്ച് ചെയ്യുന്നത്. സോ അതൊരു സർഫസ് കോണ്ടാക്റ്റ് ആണ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ സർഫസ് കോണ്ടാക്റ്റ്, രണ്ട് ലിങ്കുകൾ തമ്മിലുള്ള കോണ്ടാക്റ്റ് സർഫസ് കോണ്ടാക്റ്റ് ആണെങ്കിൽ അത് ലോവർ പെയർ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് ഹയർ പെയർ. അപ്പോൾ എന്തായിരിക്കും ഹയർ പെയർ എന്ന് നോക്കാം. വെൻ ദ ടു കൈനമാറ്റിക് ലിങ്ക്സ് ആർ കണക്റ്റഡ് സച്ച് ദാറ്റ് they have a line or point contact between the two links it is called as higher pair. അപ്പോൾ അല്ലെങ്കിൽ ഒരു ലൈൻ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഒരു പോയിൻ്റ് കോണ്ടാക്റ്റോ വരുന്ന രീതിയിലുള്ള പെയറാണ് ഹയർ പെയർ എന്ന് പറഞ്ഞാൽ. അല്ല, ഇപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ ഉണ്ടോ ഒരു ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ലൈൻ കോണ്ടാക്റ്റ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. നമുക്കറിയാം, ഇവിടെ കാണുന്ന ഈ ബിയറിംഗ് കണ്ടോ, ഇത് ബോൾ ബിയറിംഗ് അല്ല, ഇത് സിലിണ്ട്രിക്കൽ ബിയറിംഗ് ആണ് അല്ലേ. അപ്പോൾ ആ സിലിണ്ട്രിക്കൽ, ആ ചെറിയ ഈ കാണുന്ന സിലിണ്ടറിക്കൽ പോർഷൻ ഉണ്ടല്ലോ, അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ആ സിലിണ്ടറിൻ്റെ ഏറ്റവും താഴെയുള്ള ഈ ഒരു പോയിൻ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സർഫസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നുള്ളൂ. പോയിൻ്റ് മീൻസ് ഈ ഒരു ലൈൻ, ആ സിലിണ്ടറിൻ്റെ ഈ കാണുന്ന ഈ ഒരു ലൈന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സർഫസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ലൈൻ കോൺടാക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു പോയിൻ്റ് കോൺടാക്റ്റോ ആണ് സംഭവിക്കുന്നതെങ്കിൽ ആ പെയറാണ് ഹയർ പെയർ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഇവിടെ പറയുന്നുണ്ട് ദ മോഷൻ ബിറ്റ്വീൻ ദ ടു എലമെൻറ്റ്സ് ഈസ് പാർട്ട്ലി ടേണിങ് ആൻഡ് പാർട്ട്ലി സ്ലൈഡിങ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും, രണ്ട് ലിങ്കുകൾ തമ്മിൽ കോൺടാക്ട് എന്ന് പറഞ്ഞാൽ പാർട്ട്ലി ടേണിങ്ങും ആണ്, അതായത് പകുതി കുറച്ച് ടേണിങ്ങും കുറച്ച് സ്ലൈഡിങ്ങും ആണ് അവിടെ സംഭവിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കി. അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ദ എലമെൻറ്റ്സിൽ ലോവർ പെയറും ഉണ്ട്, ഹയർ പെയറും ഉണ്ട്. പിന്നെ അക്കോർഡിംഗ് ടു ദ മോഷൻ, റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ എലമെൻറ്റ്സും. ഇനി മൂന്നാമതായിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ കൂടി വരുന്നുണ്ട്, ആണ് നമ്മുടെ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ക്ലോഷർ. അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ക്ലോഷർ. അപ്പോൾ ഇത് മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ്. നോക്കാം, ഇൻ ദിസ് പെയർ അതിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ സെൽഫ് ക്ലോസ്ഡ് പെയറും അതുപോലെ തന്നെ ഫോഴ്സ് ക്ലോസ്ഡ് പെയറും. നോക്കാം, ഫസ്റ്റ് വൺ സെൽഫ് ക്ലോസ്ഡ് പെയർ. ഇൻ ദിസ് പെയർ ടു ലിങ്ക്സ് ഓർ എലമെൻറ്റ്സ് ആർ ഹെൽഡ് ടുഗദർ മെക്കാനിക്കലി ഇൻ സച്ച് എ വേ ദാറ്റ് ഓൺലി റിക്വയർഡ് കൈൻഡ് ഓഫ് റിലേറ്റീവ് മോഷൻ ഒക്കേഴ്സ്. ഓക്കെ, അതായത് രണ്ട് എലമെൻറ്റ്സ് അഥവാ രണ്ട് ലിങ്കുകൾ തമ്മിൽ മെക്കാനിക്കലി കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പരസ്പരം റിലേറ്റീവ് മോഷൻ ക്രിയേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ആ തരത്തിലുള്ള പെയറാണ് സെൽഫ് ക്ലോസ്ഡ് പെയർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാ ലോവർ പെയേഴ്സും എന്താണ്, സെൽഫ് ക്ലോസ്ഡ് പെയേഴ്സിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. എന്നാൽ രണ്ടാമത്തെയാണ് നമ്മുടെ ഫോഴ്സ് ക്ലോസ്ഡ് പെയർ. നോക്കാം, ദ ടു എലമെൻറ്റ്സ് ആർ നോട്ട് ഹെൽഡ് ടുഗദർ മെക്കാനിക്കലി. ഇപ്പോൾ രണ്ട് ലിങ്കുകൾ എന്തായിരിക്കും, മെക്കാനിക്കലി കണക്റ്റഡ് ആയിരിക്കില്ല, ബട്ട് ആർ കെപ്റ്റ് ഇൻ കോണ്ടാക്ട് ബൈ ദ ആക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. പക്ഷെ എന്തായിരിക്കും, എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം എന്ത് ചെയ്യും, അത് തമ്മിൽ കോണ്ടാക്റ്റ് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പെയറാണ് ഫോഴ്സ് ക്ലോസ്ഡ് പെയർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ക്യാം ആൻഡ് ഫോളോവറൊക്കെ. നമുക്കറിയാം, ക്യാം ആൻഡ് ഫോളോവർ എന്ത് ചെയ്യും, പരസ്പരം മെക്കാനിക്കലി കണക്റ്റഡ് അല്ല, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാമ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫോളോവർ അതിനനുസരിച്ച് റെസിപ്രോക്കറ്റ് മോഷൻ ഉണ്ടാക്കുന്നതായിരിക്കും. അതെങ്ങനെയാണ്, ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ചാണ് അല്ലേ. അതായത് പരസ്പരം ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ലൈൻ കോണ്ടാക്റ്റ് മാത്രമേ വരുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ മെക്കാനിക്കലി കണക്റ്റഡ് അല്ലാത്ത പെയറിനാണ് നമ്മൾ ഫോഴ്സ് ക്ലോസ്ഡ് പെയർ എന്ന് പറയുക. എന്നാൽ മെക്കാനിക്കലി കണക്ട് ചെയ്തിരിക്കുന്ന പെയറാണ് നമ്മൾ സെൽഫ് ക്ലോസ്ഡ് പെയർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടും 3 ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നുണ്ടായിരിക്കുക. അതായത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് പെയർ ഈസ് ബേസ്ഡ് ഓൺ അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ എലമെൻറ്റ്സിൽ സ്ലൈഡിംഗ് പെയർ വരുന്നുണ്ട്, ടേണിംഗ് പെയർ വരുന്നുണ്ട്, റോളിംഗ് പെയർ വരുന്നുണ്ട്, സ്ക്രൂ പെയർ വരുന്നുണ്ട്, സ്ഫെറിക്കൽ പെയർ വരുന്നുണ്ട്. പിന്നെ വരുന്നത് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ എലമെൻറ്റ്സ് ആണ്. അതിൽ ലോവർ പെയറും വരുന്നുണ്ട്, ഹയർ പെയറും വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ക്ലോഷർ അനുസരിച്ച് സെൽഫ് ക്ലോസ്ഡ് പെയറും വരുന്നുണ്ട്, ഫോഴ്സ് ക്ലോസ്ഡ് പെയറും വരുന്നുണ്ട്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പഠിച്ചിരിക്കുന്ന പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് തിയറി ഓഫ് മെഷീൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. എന്താണ് തിയറി ഓഫ് മെഷീൻസ്, നമ്മൾ പഠിക്കുന്നതിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാക്കി. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കൈനമാറ്റിക് ലിങ്കിനെ കുറിച്ചായിരുന്നു അല്ലേ. കൈനമാറ്റിക് ലിങ്ക് എന്താ നമ്മൾ മനസ്സിലാക്കി. പിന്നെ ലിങ്കിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയത് കൈനമാറ്റിക് പെയറാണ്, അതായത് ലിങ്കുകൾ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ പെയറായി മാറും. പിന്നെ മൂന്നാമത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കൈനമാറ്റിക് ചെയിനാണ്, അതായത് കുറേ പെയറുകൾ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ
അതൊരു കൈനമാറ്റിക് ചെയിനായിട്ട് മാറും. പിന്നെ നമ്മൾ കൺസ്ട്രൈൻഡ് മോഷണൽ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിച്ചു അല്ലേ. മോഷണൽ ക്ലാസിഫിക്കേഷൻ കൺസ്ട്രൈൻഡ് മോഷനുണ്ട്. അതിൽ വരുന്നതാണ് കംപ്ലീറ്റ്ലി കൺസ്ട്രൈൻഡ് മോഷൻ, ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രൈൻഡ് മോഷൻ, സക്സസ്ഫുള്ളി കൺസ്ട്രൈൻഡ് മോഷൻ. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ അവസാനം പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു ടൈപ്സ് ഓഫ് റിലേറ്റീവ് മോഷനെ കുറിച്ചാണ് നമ്മൾ അവസാനം പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാനുള്ളത് മെക്കാനിസം ആൻഡ് ഇൻവേർഷൻ, അതായത് മെക്കാനിസത്തിനെ കുറിച്ചും അതിൻ്റെ ഇൻവേർഷൻസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുണ്ടായിരിക്കുക. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ്, നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഭാഗമാണ് മെക്കാനിസം ആൻഡ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. സോ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് വൈൻഡപ്പ് ചെയ്യണം. ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഓക്കെ, സോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.